അയ്യപ്പേട്ടാ, സ്വർണ്ണക്കടത്ത് കേസ്, ആ കേസിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകാത്ത ഒരു കാര്യമില്ല. എല്ലാ ഭൂകമ്പങ്ങളും അതോടുകൂടി ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ആ കേസ് ബംഗളൂരുവിലേക്ക് മാറ്റാതിരിക്കാൻ വേണ്ടി കപിൽ സിബൽ എന്ന് പറയുന്ന പ്രമുഖനായ അഡ്വക്കേറ്റ്, അതെ അതെ അതെ, 46.50 ലക്ഷമാണ്. അപ്പൊ ഇത് ഇഡിക്കെതിരെ ഈ കേസിൽ അങ്ങ് കൈവിട്ട് കളിക്കുകയാണ്. ലക്ഷങ്ങൾ വാരി എറിഞ്ഞ് കളിക്കുകയാണ് സർക്കാർ. ഇത് പൊതുജനത്തിന്റെ പണമല്ലേ? ഒരു ഉളുപ്പുണ്ടോ ഇങ്ങനെ ചെയ്യാൻ? അതും ഈ സ്വർണ്ണക്കടത്ത് കേസിൽ എന്തെല്ലാം രേഖകൾ! ആ സ്വപ്ന സുരേഷ് വിളിച്ചു പറഞ്ഞത് അത്രയും മായ്ച്ചു കളയാൻ വേണ്ടി എന്തെല്ലാം കള്ളക്കളികൾ. ഏതായാലും ചോദിച്ചൊരു ചോദ്യം ഉളുപ്പില്ലേ എന്ന് ചോദിച്ചു, ഇല്ലാന്നായിരിക്കും ചേട്ടൻ പറയാൻ. അല്ല, ഉളുപ്പില്ല എന്ന് തന്നെയാണ് ഇല്ല എന്നായിരിക്കും. കാര്യം നാളിതുവരെ ഒരു സർക്കാരും ഇക്കൂട്ടത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു വീഴ്ചയെ മൂടി വെക്കാൻ നമ്മളടങ്ങുന്ന പൊതുജനത്തിന്റെ ടാക്സ് എടുത്ത് ചെലവാക്കുന്നത് അവർ അഹങ്കാരത്തോടെ അവർ പറയും, ഞങ്ങൾ ചെലവാക്കുമെന്ന്, ഞങ്ങൾ ചെയ്യും എന്ന് വെച്ചാൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക്, വീഴ്ചകൾക്ക് നമ്മുടെ കാശെടുത്ത് ചെലവാക്കുന്നു. ഇതിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ ജനത്തിന് ഇത് കേട്ട് 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 മടുത്തു. എന്ന് വെച്ചാൽ ഈ കേസിനെ സംബന്ധിച്ച് വ്യക്തമായ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണുള്ളത്, ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ. എന്നിട്ട് ഈ സർക്കാർ ഇപ്പോൾ രണ്ടാമത് ഭരണത്തിൽ വന്നപ്പോൾ ചോദിച്ചല്ലോ, നിങ്ങൾ അതായത് അനിൽകുമാർ എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തിരിക്കുന്ന ചില വിദ്വാന്മാരുണ്ടല്ലോ, അവരൊക്കെ ചോദിച്ചല്ലോ, നിങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്തെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ഹരാസ് ചെയ്തില്ലേ എന്നൊക്കെയാണ് ചോദിച്ചത്. ഹരാസ് ചെയ്തതാണ്. ആ സ്വപ്നം കൊണ്ട് ആ നാട് മുഴുവൻ ഇട്ട് ഓടിച്ച ഓട്ടം അല്ല, അത് കേട്ടോണം. അപ്പൊ ഹരാസ് ചെയ്തില്ലേ? ഞാനത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ റോഡ് പണി തകർന്ന് വീണല്ലോ, റോഡ് തകർന്ന് വീണപ്പോ മേന്മ ഉണ്ടാവുകയാണെങ്കിൽ ആ മേന്മയുടെ അവകാശം ഞങ്ങൾക്കെന്ന് പറഞ്ഞുകൊണ്ട് പറയും. ഇപ്പൊ ഒരു വീട്ടില് ഒരു അച്ഛനും അമ്മയ്ക്കും 2 മക്കളുണ്ടാവും. ഒരാൾ അല്പം ബുദ്ധി കുറഞ്ഞവനോ അല്ലെങ്കിൽ പഠിക്കാൻ മോശക്കാരനോ തരികിടയോ ഒക്കെ ആയിരിക്കും. എന്നാലും അവരുടെ മക്കളാവാതിരിക്കില്ലല്ലോ. ആരെങ്കിലും ഒരാൾ അപ്പം പറയും, ഓ എനിക്ക് ഇങ്ങനെ ഒരുത്തം പിറന്നു പോയല്ലോ എന്ന് പറയും. അതുപോലെ ശാപം പറയുന്ന പോലെ നല്ലത് ഇപ്പൊ വിഴിഞ്ഞം വന്നു, ക്രെഡിറ്റ് മൊത്തം നല്ലത്. വിഴിഞ്ഞത്തിന് ഒരു വീഴ്ച പറ്റിയിരുന്നെങ്കിൽ ഉദ്ഘാടിച്ചതിന്റെ അന്ന് ഇട്ടിരുന്ന തറക്കല്ല് ആടിയിരുന്നുകൊണ്ടാണ് അത് താഴെ പോയെന്ന് ഇപ്പൊ അങ്ങനെയല്ല അത് പറയേണ്ടത്. നല്ലത് വന്നാൽ ഞങ്ങളുടെ, മറ്റത് വന്ന അവരുടെ അല്ല. ഇപ്പോ ഈ ഒരു സംഭവം ഞാൻ പറഞ്ഞത് സ്വന്തം സൃഷ്ടിയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ മക്കളായാലും ഞാൻ ഉദാഹരണം ഇങ്ങനെ പറഞ്ഞതാ, അതിന്റെ എല്ലാ വശവും ഉൾക്കൊള്ളാൻ ഒരു കരുത്ത് വേണം. കൊല്ലത്തൊരു ED അന്വേഷണം വന്നപ്പോൾ അയാൾ ED ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ ഈ അനിൽകുമാർ പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന് ED അന്വേഷണത്തിന് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചവരാണ്. ആ EDയെയാണ് ഇപ്പോ കൈക്കൂലി വാങ്ങിയ ഇനത്തിൽ പിടിച്ചിരിക്കുന്നത്. ഞങ്ങളൊന്ന് സന്തോഷിച്ചോട്ടെ PG സുരേഷ് എന്നാണ് പറഞ്ഞത്. സുരേഷാണ് ഡിബേറ്റ് നയിച്ചത്. അപ്പം നമുക്കിതിൽ പറയാനുള്ളത്, ED അന്വേഷണത്തിൽ വീഴ്ച എന്ന് അന്ന് പറഞ്ഞ് ഇത് കോടതിയിൽ എത്തി നിൽക്കുന്നു. ഇത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ED അന്വേഷണം നിൽക്കുന്ന ഒരു കേസ് കൂടെയാണ്. പ്രജിത പറഞ്ഞു അവരെ ഇവിടെ കെട്ടി എഴുന്നള്ളിച്ച് പിടിച്ചുകൊണ്ടുപോയ രംഗമെന്ന്. ഈ സരിൻ എന്ന അവരുടെ കൂടെയുള്ള ഒരു ചെറുപ്പക്കാരനെ അറിയാമല്ലോ, ഈ സ്വപ്നയുടെ കൂടെ. ഈ സരിനെ പോലീസ് ചോദ്യം ചെയ്യാമെന്ന രംഗവും, അതായത് പോലീസ് ചോദ്യം ചെയ്യാൻ വരുന്നതിന് മുമ്പ് ഒരു ഇന്റർമീഡിയറ്റിനെ അയക്കുന്ന ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. ആ ഇന്റർമീഡിയറ്റിനെ അയച്ചത് അന്ന് ഈ MR അജിത് കുമാർ എന്ന പോലീസ് ഓഫീസറാണ്, അറിയാവോ? അപ്പൊ നമ്മൾ പറയുമ്പോൾ ഇതിന്റെ ഒരു ചരിത്രം കൂടെ ചെറുതായിട്ടൊന്ന് പറയണം. എന്തുമാത്രം തേജോവധം ആ കുടുംബം നേരിട്ടു, സ്വപ്ന എന്ന ആ യുവതി. കാര്യം അവർ ചുമ്മാ അല്ല, അവർ കൗൺസിലേറ്റിൽ അവർ മിടുക്കൊണ്ട് ആയി. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് ആണ് ഭരിച്ചെങ്കിൽ ഈ ഇടതു മുന്നണി ഇവിടെ ഈ നാട് വെച്ചേക്കില്ലായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത്, കപിൽ സിബലിനെ പോലെ ഒരു വലിയ അഡ്വക്കേറ്റ് അല്ലെ, ഒരു വലിയ അഡ്വക്കേറ്റ്, ഒരു രാഷ്ട്രീയക്കാരനെ വെച്ച് ഇപ്പൊ 45 ലക്ഷം രൂപ അല്ലെ, 45 ലക്ഷം രൂപയാണ് ഒരു സിറ്റിങ്ങിന് കപിൽ സിബൽ വാങ്ങുന്നത്. 15 ലക്ഷം രൂപയാണ്. അതെ, 15 ലക്ഷം രൂപയാണ്. അങ്ങനെ എത്ര തവണ 31 ലക്ഷം രൂപ എന്തോ മറ്റോ ഇതിനോടകം തന്നെ കപിൽ സിബലിന് നൽകി കഴിഞ്ഞു. അതെ അല്ലെ. അപ്പോ ഇവിടെ പെൻഷൻ കൊടുക്കാൻ കാശില്ല, ആശാവർക്കർമാർക്ക് അവരുടെ വേതനം ഒരു ദിവസത്തെ വരുമാനം ഒന്ന് കൂട്ടിക്കൊടുക്കാൻ അവരെ കാശില്ല അല്ലെ. ഈ പറയുന്ന സർവ്വപോകൃത്തരങ്ങൾക്കും ഒരു സർക്കാർ കാണിച്ചു വെച്ച, സർക്കാരിന്റെ ഭാഗത്തുണ്ടായ വീഴ്ചയെ മറച്ചു വെക്കാൻ, ആ വീഴ്ചയെ എങ്ങനെ സുപ്രീം കോടതിയിൽ കപിൽ സിബലിന് എങ്ങനെ വാദങ്ങൾ നിരത്തി, കപിൽ സിബലിനെ ഇവർ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്? വാദിച്ച് തങ്ങളുടെ കള്ളങ്ങൾ മൂടി വെക്കാൻ ഏറ്റവും മിടുക്കനായ വക്കീൽ. നമ്മൾ പറയും, ഒരു പഴഞ്ചൊല്ല് പറയും, സെക്കൻഡിന്
കാശ് വാങ്ങിക്കുന്നതൊക്കെ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? സെക്കൻഡിന് കാശ് വാങ്ങിക്കുക, നാഴിക്ക് കാശ് എണ്ണി വാങ്ങിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ആരുടെ കാശാണ് ഇത്? ആരുടെ കാശാണ്? പൊതുജനങ്ങളുടെ കാശാണ് സാർ. ഇത് ആരുടെ കാശാണ്? മുഖ്യമന്ത്രിയോട് ചോദിച്ചു പോകും. മുഖ്യമന്ത്രിയുടെ പോക്കറ്റിൽ നിന്ന് പോണില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ദണ്ണമില്ല. അപ്പൊ എന്നിട്ട് സാധാരണക്കാരന്, ഇപ്പൊ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അവനെ കിട്ടാണ്ട് ടി എ പോട്ടെ, സർക്കാർ ഉദ്യോഗസ്ഥൻ പോട്ടെ, ഈ ആശാവർക്കർമാരുടെ കാര്യം എടുക്കുക, ആശാവർക്കർമാരുടെ കാര്യം നിങ്ങൾ എടുക്കുക. ഇപ്പൊ ഈ ഒരു കാര്യത്തിന് മാറ്റി വെച്ചിരിക്കുന്ന തുക സർക്കാരിന്റെ വാർഷികത്തിന് എത്ര കോടി രൂപയാ? 500 കോടി രൂപ, നിസ്സാരം. എന്നിട്ട് നിങ്ങളെല്ലാം ക്ഷമിച്ചോളൂ, ഏറ്റവും അടുത്ത് തന്നെ 2 മാസത്തെ ഗഡു നിങ്ങൾക്ക് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ആ പെൻഷൻ നമ്മുടെ ആരെങ്കിലും നമ്മുടെ മാമന്മാർക്കോ ചായമാർക്കോ ആർക്കെങ്കിലും കിട്ടാണെങ്കിൽ ആ കാശ് കൊടുക്കും. അത്രയും വലിയൊരു ഇളവ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അതൊരു വലിയ ഇളവാണ്. അപ്പോ ഈ പറയുന്ന പെൻഷൻ എന്ന് പറയുന്നത് അവകാശമാണ് എന്ന് പറഞ്ഞവർ ഔദാര്യമാണെന്ന് പറഞ്ഞ സർക്കാരാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് തരുന്ന ഔദാര്യമാണ്. മന്ത്രി അമ്മയുടെ അടുത്ത് ചോദിച്ചു, കോടതി വരെ പോയത് ആ വാദം. അതെ, ഉളുപ്പുണ്ടോ എന്ന് വീണ്ടും ചോദിക്കേണ്ടി വരികയാണ്, കാരണം വേറെ വാക്ക് കിട്ടുന്നില്ല. ഒരു മന്ത്രി അമ്മയോട് ചോദിച്ചു, കിഴവി എന്തിനിങ്ങനെ ജീവിച്ചിരിക്കുന്ന ചത്തുകൂടെ എന്ന് ചോദിച്ചു. സാംസ്കാരിക മന്ത്രി, അതെ, സാംസ്കാരിക മന്ത്രി സാംസ്കാരികമായി ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് താത്വികമായ അവലോകനം നടത്തിക്കൊണ്ട് സ്വന്തം പെറ്റമ്മയോട് ചോദിച്ചു. അതെ, സ്വന്തം പെറ്റമ്മയോട് മറുപടിയില്ല. അവർ താത്വികമായ അവലോകനങ്ങൾ പറയുമ്പോൾ നമ്മൾ വാ പൊത്തി റാൻ മൂടി നിൽക്കണം. നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ചേട്ടാ, ഈ കേസേ 2022 ഒക്ടോബർ 1 ഈ കേസിൽ ഇഡിയുടെ നീക്കം തടയാൻ വേണ്ടിയിട്ട് ബംഗളൂരുവിലേക്ക് മാറ്റാനുള്ള അത് തടയാൻ വേണ്ടിയിട്ടുള്ള ഈ സർക്കാരിന്റെ ഈ നീക്കമൊക്കെ തുടങ്ങുന്നത്. അപ്പോൾ ഈ UAE കോൺസുലേറ്റിലേക്ക് വന്ന ബാഗേജിൽ നിന്ന് 15 കോടി രൂപ വിലമതിക്കുന്ന 30 കിലോ സ്വർണം ആൾക്കാർ മറന്നുപോയെങ്കിലും ഒന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ചിട്ടുണ്ട്. മറ്റുള്ള ആനുകൂല്യങ്ങളൊക്കെ പുറമേനി പോലെ വെച്ച് നീട്ടുമ്പോൾ ഇതൊന്നും മറക്കരുത് എന്നുള്ളതാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ പലരും പറയുന്നത് എന്ത് ചെയ്താലും പ്രശ്നമില്ല, ഒരു കിറ്റ് ഉണ്ടെങ്കിൽ കേരളം എല്ലാം മറക്കും. പെൻഷൻ കിട്ടിയാൽ മറക്കും, കിട്ടിയാൽ മറക്കും. നമ്മുടെ ചർച്ചകൾക്ക് വിളിക്കുന്ന ചില പ്രമുഖ വ്യക്തികൾ പറയും, നിങ്ങൾ എന്തായി പറയുന്നത്, ഒരു കിറ്റും പിന്നെ പെൻഷനും കൊടുത്താൽ ജനം എല്ലാം മറക്കുമെന്ന് ഇവർ പഠിച്ചു കഴിഞ്ഞു. അതെ, അപ്പോ ഈ 15 കോടി വിലമതിക്കുന്ന 30 കിലോ സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തായിരുന്നു. അപ്പോൾ കൂടാതെ ഈ എറണാകുളത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ സെഷൻസ് 164 പ്രകാരം സ്വപ്ന സുരേഷ് രഹസ്യമൊഴി നൽകിയിട്ടുണ്ടായിരുന്നല്ലോ. ആ രഹസ്യമൊഴിയൊക്കെ നമ്മളൊന്ന് ഓർക്കേണ്ടതാണ്. കാരണം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഒക്കെ എല്ലാം അറിയാം. UAE കോൺസുലേറ്റിൽ നിന്ന് പലതവണ ബിരിയാണി ചെമ്പ്, എനിക്കത് കേൾക്കുമ്പോൾ ചിരി വരുന്നത്. നമ്മൾ ആ ഒരു സമയത്ത് മാധ്യമങ്ങൾ മുഴുവനും നമുക്കറിയാം. ഇമാജിൻ ചെയ്ത് നോക്കി, ബിരിയാണി ചെമ്പിൽ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ ഒരു പുതിയ ഐഡിയ. ഖുറാനിൽ വരെ കടത്തി എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ വരെ വന്നില്ലേ? ആ കൗൺസിലേറ്റിലെ ഉദ്യോഗസ്ഥർ പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല, വാണം വിട്ടോളി. അവർക്ക് മനസ്സിലായി സംഭവം. അപ്പൊ എന്തായാലും ഇത് ഈ സ്വപ്നയുടെ ഇത്തരത്തിൽ ബിരിയാണി ചെമ്പിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഇതൊക്കെ കൊണ്ടുപോയി എന്നുള്ളതൊക്കെ വന്നതാണ്. ഇതൊക്കെ മുദ്ര വെച്ച കവറിൽ സുപ്രീം കോടതിക്ക് കൈമാറാൻ തയ്യാറാണെന്ന് ട്രാൻസ്ഫർ ഹർജിയിൽ ED വ്യക്തമാക്കിയിരുന്നു. ഇതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത്. സർക്കാരിന് ഹലാലളവി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ബിരിയാണി ചെമ്പ് കൊണ്ടുപോയി എന്നാ പറഞ്ഞത്. അപ്പോൾ കപിൽ സിബലിന് ഇവർ പൈസ കൊടുത്തില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. തീർച്ചയായിട്ടും ഈ പറയുന്ന രീതിയിൽ സുപ്രീം കോടതിയിലേക്ക് ഇപ്പോൾ 31 എത്ര ലക്ഷം രൂപയാണ് കപിൽ സിബലിന് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നത് ഈ കേസിന് വാദിക്കാനായിട്ട്? 45 ലക്ഷം. ഈ പറയുന്ന പോലെ ഇത് കൂടാതെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരും പോലീസും ജയിൽ ഉദ്യോഗസ്ഥരും ശ്രമിക്കുന്നതായിട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ട്രാൻസ്ഫർ പെറ്റീഷനിൽ ED കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞത്. അജിത് കുമാർ ആളെ അയച്ചു. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, മടിയിൽ കനമില്ല, അതുകൊണ്ട് ഈ കൈകൾ ശുദ്ധമാണ്. ഇത് പറയുമ്പോൾ ഒരു ഉളുപ്പില്ല. വീണ്ടും ഉളുപ്പാണ് ചേട്ടാ വരുന്നത്. ഉളുപ്പല്ലാണ്ട് മറ്റൊരു വാക്ക് വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ സത്യത്തിൽ ഈ മടിയിൽ കനമില്ല എന്ന് പറയുന്ന ആളുകൾ എന്തിനാണ് ഇത്രയും തുക ചെലവാക്കിക്കൊണ്ട്, അത് പൊതുജനങ്ങളുടെ പൈസയാണ്. അണ്ട് എല്ലാ ബജറ്റിലും ഈ നികുതി, എല്ലാ തരത്തിലുമുള്ള സാധാരണക്കാരനെ ബാധിക്കുന്ന എല്ലാ നികുതികളും കൂട്ടും. കൊങ്ങയ്ക്ക് പിടിക്കാനുള്ള സാധനം. ഇനി നടുവ് ഒടിഞ്ഞു. ഇനി എവിടെ കേരള ജനത എങ്ങനെ ഇതാണ് 6 ലക്ഷം കോടി കവിഞ്ഞു കടം. അല്ല, അതൊന്നും വലിയ കാര്യമില്ലെന്ന് ബാലഗോപാൽ പറഞ്ഞു കഴിഞ്ഞു.
ബാലനെ അതല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ ബാലഗോപാലിനെ? എന്തായാലും ഇത്തരത്തിലുള്ള നെറികേടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്ത കിറ്റും പെൻഷനും വരും വരെ എല്ലാം ശുഭം. അല്ല, മടിയിൽ കനമില്ല, കൈകൾ ശുദ്ധമാണ്.